ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാവരെയും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. പുതുതായിട്ട് കടന്നു വന്നവരെയും ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവം മുൻപോട്ടും കടന്നു വന്ന് ഈ വചനം പഠിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവ ഹിതപ്രകാരമുള്ള ജീവിതം ആണ് ഒരു ദൈവഭക്തന്റെ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. ദൈവഹിതപ്രകാരം ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഹിതം എന്താ? ഹല്ലേലൂയ. എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ദൈവം എന്താണ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? എന്താണ് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വില്ല്? നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 8:29 പറയുക, ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നു. എന്നെ അയച്ചവൻ എന്നോടുകൂടെയുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. കർത്താവിലേക്ക് നോക്കിക്കേ. കർത്താവ് എപ്പോഴും പിതാവിന് തന്നെ കുറിച്ചുള്ള ഹിതം എന്തെന്ന് അറിഞ്ഞ് ആ ഹിതത്തിലാ ജീവിച്ചത്. അതുകൊണ്ട് ആണ് കർത്താവ് പറയുന്നത്, അതുകൊണ്ട് എന്നെ പിതാവ് ഏകനായി വിട്ടിട്ടില്ല. അപ്പോ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്റെ കൂടെ, അല്ലെങ്കിൽ ഞാൻ കർത്താവിന്റെ കൂടെയാ നടക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഞാൻ കർത്താവിന്റെ ഹിതമനുസരിച്ചാണോ ജീവിക്കുന്നത്? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു കേട്ടില്ലേ, ഞാൻ പിതാവിന്റെ ഹിതത്തിൽ ജീവിക്കുന്നു, അതുകൊണ്ട് അവൻ എന്നെ ഒരിക്കലും ഏകനായി വിട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നാം കർത്താവിന്റെ ഹിതത്തിലാ ജീവിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ചിന്തകളില്, പ്രവൃത്തികളില്, തീരുമാനങ്ങളില്, നടപ്പില്, ഇരിപ്പില്, എല്ലാ ജീവിതത്തിന്റെ മേഖലയിലും കർത്താവിന്റെ ആഗ്രഹം എന്താ? നമ്മൾ ഇത് അന്വേഷിച്ചാ ജീവിക്കുന്നതെങ്കിൽ നമ്മളൊരു വിശുദ്ധ ജീവിതം ആയിരിക്കും ജീവിക്കുന്നത്. വിശുദ്ധ ജീവിതം ജീവിക്കുന്നവരാ കർത്താവിന്റെ കൂടെ നടക്കുന്നവർ. ഹല്ലേലൂയ. നമ്മളല്ലാതെ നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ചിട്ട് നാം കർത്താവിന്റെ കൂടെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും, പക്ഷെ കർത്താവിന്റെ കൂടെയല്ല. കാരണം വെളിച്ചവും ഇരുട്ടും ഒന്നിച്ച് പോകത്തില്ല. കർത്താവ് വെളിച്ചമാകും, ദൈവം വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. അപ്പൊ അതെങ്ങനെ അറിയാം ബ്രദറെ? ഈ കർത്താവിന്റെ ഹിതം എനിക്ക് എങ്ങനെ അറിയാം? അത് പൂർണ്ണമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങനെ കടന്നു വന്നിരിക്കുന്നത്. എന്താണ് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ഹിതം? വചനം പഠിക്കുമ്പോഴാ തന്റെ ഹിതം വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത്. ഹല്ലേലൂയ. എൻ്റെ ഭൗതിക ജീവിതത്തില്, എൻ്റെ കുടുംബ ജീവിതത്തില്, എൻ്റെ മാതാപിതാക്കന്മാരുള്ള ബന്ധത്തില്, മക്കളോടുള്ള ബന്ധത്തില്, എൻ്റെ ജോലിയോടുള്ള ബന്ധത്തില്, എൻ്റെ സുഹൃത്തുക്കളോടുള്ള ബന്ധത്തില്, എൻ്റെ സഭയോടുള്ള ബന്ധത്തില് ഞാൻ എങ്ങനെയായിരിക്കണമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ പുസ്തകത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വചനം പഠിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. വചനം അറിയാത്ത ഒരു വ്യക്തിക്ക് എനിക്ക് തോന്നുന്നില്ല വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കുന്നില്ല. ഹല്ലേലൂയ. നമുക്കൊരു വിശുദ്ധ ജീവിതം ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനം അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. കാരണം ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്, തന്റെ ആഗ്രഹങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുന്നത് തിരുവചനത്തിലാണ്. ഹല്ലേലൂയ. നമ്മള് ഏതാനും ആഴ്ചകളായിട്ട് റോമാലേഖന പഠനത്തിൽ ആയിരുന്നല്ലോ. റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ചിന്തിച്ചു വരുന്നത്. ആ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ 3ആയിട്ട് വിഭജിച്ചാ പഠിച്ചത്. അവിടെ ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, ന്യായവിധിയിൽ നിന്ന് ആരും തെറ്റി ഒഴിയാൻ പാടില്ല. ഹല്ലേലൂയ. അതായത് 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞു വരുന്നത്, അപ്പോസ്തലൻ, നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ ഓർമ്മയെ കൊണ്ടുവരട്ടെ. 1-ാം അധ്യായം 18-ാം വാക്യം മുതൽ 3-ാം അധ്യായം 20-ാം വാക്യം വരെ അപ്പോസ്തലൻ പറയുക, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ സുവിശേഷം അത്യാവശ്യമായിരിക്കുന്നു.
why gospel is a necessity in my life. In ഭൂമിയിൽ ജനിച്ച ഏതൊരു വ്യക്തിക്കും എന്തുകൊണ്ട് സുവിശേഷം ആവശ്യമായിരിക്കുന്നു? ഒന്നാമത്തെ ഭാഗത്ത് നാം കണ്ടു, എന്തുകൊണ്ട് ദുഷ്ടന്മാർക്ക് ആവശ്യമായിരിക്കുന്നു. അവർ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവരാ. രണ്ടാമത്തെ ഭാഗത്തേക്ക് വന്നപ്പോൾ ധാർമ്മികമായിട്ട് ബോധമുള്ള ഒരു ഗ്രൂപ്പാ. അവരെ മറ്റുള്ളവനെ വിധിച്ചു ജീവിക്കുകയാണ്. അവിടെ പറയുക, നീ മറ്റുള്ളവനെ വിധിക്കുന്നവനായോനെ നീ നിന്നെ തന്നെ വിധിക്കുന്നു. എങ്ങനെയാ? നീ അവനെ വിധിക്കുന്ന കാര്യം, അവനിൽ കുറ്റം ചാർത്തുന്ന കാര്യം നീ നിന്റെ രഹസ്യ ജീവിതത്തിൽ ചെയ്യുന്നു. അതുകൊണ്ട് നീ നിന്നെ തന്നെ വിധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ഇവിടെ പൗലോസ് പറയുക, ആരും എന്റെ പ്രിയരെ ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയില്ല. ഹല്ലേലൂയ. ആരെങ്കിലും അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയുക, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്താതെ നീ ചെയ്യുന്ന തെറ്റിൽ നീ തുടർന്നുകൊണ്ടിരുന്നാൽ അത് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നതേ ഉള്ളൂ. ഡോണ്ട് തിങ്ക് കർത്താവ് കാണുന്നില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടും എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കരുത്. ഓർമ്മപ്പെടുത്തുക, തെറ്റിപ്പോയി നിങ്ങൾക്ക്. there will be a day. Hallelujah. God will judge. അതാണ് തെറ്റി ഒഴിയില്ല. രണ്ടാമത് പറയുക, ദൈവത്തിന്റെ ന്യായവിധി നീതിയുള്ള ന്യായവിധിയാ. His judgment is righteous judgment. നീതിയുള്ള ന്യായവിധിയാ. ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ജാതികളാ അല്ലെ? ജാതികൾ നോക്കുമ്പോ ദൈവം ന്യായപ്രമാണം കൊടുത്തത് ഇസ്രായേലിനല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒഴികഴിവ് കാണും. നോ. ഇസ്രായേൽ പറയുക, ജാതികളെ വിധിക്കുന്ന പോലെ ആയിരിക്കില്ല ഞങ്ങളെ വിധിക്കുന്നത്, കാരണം ഞങ്ങൾക്കറിയാം എന്താ ദൈവത്തിന്റെ പ്രമാണമെന്ന്. ഹല്ലേലൂയ. അപ്പോസ്തലൻ വളരെ ക്ലിയർ ആയിട്ട് പറയുക, ദൈവത്തിന്റെ ന്യായവിധി നീതിയുള്ള ന്യായവിധിയാ. ന്യായപ്രമാണമുള്ളവൻ ന്യായപ്രമാണത്തിൽ നശിച്ചു പോകും, ന്യായപ്രമാണം ഇല്ലാത്തവനോ ഹല്ലേലൂയ ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ഹല്ലേലൂയ. അത് പറഞ്ഞിട്ട് മൂന്നാമത്തെ ഭാഗം 12 മുതൽ ഭാഗത്തേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത്, ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷം ഇല്ല. ഹല്ലേലൂയ. നമ്മൾ ഇതാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ശ്രദ്ധിച്ചത്. എന്നിട്ട് അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരിക. ആ 16-ാമത്തെ വാക്യം മാത്രം ഒന്ന് ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ആ ഭാഗം ഒന്ന് 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചല്ലോ. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാൾ. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ ഞാൻ അറിയിച്ച സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. ഈ വാക്യം നമ്മളൊന്ന് അല്പം ഒന്ന് ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുക. ഈ വാക്യത്തിൽ 4 കാര്യങ്ങളാ പറയുന്നേ. ഒന്നാമത്, ഒരു ന്യായവിധി ദിവസമുണ്ട്. There is a judgment day. അപ്പോസ്തല പ്രവൃത്തികൾ 17:31 വായിക്കുക, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ച് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. മരണത്തെ ജയിച്ചവൻ ന്യായം വിധിപ്പാൻ വരും. അയ്യോ ബ്രദറെ, ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല ബ്രദറെ. ഇതാണ് ചിന്തയെങ്കിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും there is a judgment. നമുക്ക് തോന്നിയത് വിശ്വസിക്കുന്നു എന്നുള്ളതല്ല. ഹല്ലേലൂയ. നമ്മൾ പോകുന്ന കൂട്ടായ്മ പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല. എന്താ ഈ വചനം പറയുന്നു? വചനം പറയുക, ന്യായവിധിയുണ്ട്. ന്യായവിധിക്കാനായിട്ട് ഒരു ദിവസത്തെ നിശ്ചയിച്ചു. ഈ ന്യായവിധി ഒരു മനുഷ്യനും തെറ്റി ഒഴിയില്ല. ഹല്ലേലൂയ. പല പഠിപ്പീരുകളുണ്ടെന്ന് ന്യായവിധി അന്ത്യനാളുകളെ കുറിച്ച്. പക്ഷെ വചനം എന്താ പഠിപ്പിക്കുന്നത്? എന്റെ പ്രിയരെ, സഭകൾ, നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന എത്രയോ സഭകൾ, ഇതെല്ലാം മാറിപ്പോകും. ദൈവത്തിന്റെ മണവാട്ടി സഭ മാത്രം എടുക്കപ്പെടും. സഭയുടെ പ്രമാണങ്ങൾ, നിയമങ്ങൾ മാറിപ്പോകും. പക്ഷെ എന്നേക്കും മാറാതെ
അതെ, നിത്യതയോളം നിലനിൽക്കുന്ന ഈ വചനമായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. വചനം വെച്ചാ ദൈവം നമ്മളെ ന്യായം വിധിക്കുന്നത്. നമ്മൾ വചനത്തിങ്കിലേക്കാ നോക്കേണ്ടത്. ഞാൻ എന്ത് പറയുന്നു, അല്ലെങ്കിൽ അവൻ എന്ത് പറയുന്നു, മറ്റവൻ എന്ത് പറയുന്നു എന്നല്ല. വലിയ സഭയായിരിക്കാം, പക്ഷെ എന്ത് പഠിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നതിന് വചനത്തിൽ അടിസ്ഥാനമുണ്ടോ? വചനം സഭയുടെ നിയമങ്ങളെ വെച്ചൊന്നും അല്ല നമ്മളെ ന്യായം വിധിക്കുന്നത് പ്രിയരെ, വചനം വെച്ചാ ന്യായം വിധിക്കുന്നത്. അതുകൊണ്ട് കം ബാക്ക് ടു വേർഡ് ഓഫ് ഗാഡ്, വചനത്തിങ്കിലേക്ക് തിരിച്ചു പോവാ. ഹല്ലേലൂയ. നമ്മള് വഞ്ചിക്കപ്പെട്ടു പോകരുതേ. ഹല്ലേലൂയ. ഈ ന്യായവിധി ഇല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 16:27 അവിടെ വായിക്കുന്നുണ്ട്. 16:27 മാത്യു 16:27 ഒന്ന് വായിച്ചേ. മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. എന്നെ കേൾക്കുന്ന തുടർച്ചയായി കൂട്ടായ്മയിൽ കടന്നു വരുന്നവർക്കറിയാം എന്താ പ്രവൃത്തി എന്നല്ലേ, അറിയില്ലേ? അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം നൽകും എന്ന് അപ്പസ്തോലൻ പഠിപ്പിക്കുമ്പോൾ എന്താ പ്രവൃത്തി എന്ന് നമുക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5:22 നാം വായിക്കുന്നു, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം ഇല്ല എങ്കിൽ എന്റെ പ്രിയരെ, കർത്താവ് നുണ പറഞ്ഞു എന്ന് വരും. ഹല്ലേലൂയ. അപ്പസ്തോലൻ ആ വാക്യത്തിലൂടെ ഈ ഒരു വസ്തുതയെ അരക്കിട്ടുറപ്പിക്കുകയാണ്. There is a judgment day. ഹല്ലേലൂയ. ഇതാ ആ വാക്യത്തിൽ ഒന്നാമത് നമ്മൾ കാണുന്നത്. രണ്ടാമത് കാണുന്നത് ഹല്ലേലൂയ, യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ, ഹല്ലേലൂയ, മനുഷ്യരുടെ രഹസ്യങ്ങളെ ന്യായം വിധിക്കും. എന്റെ പ്രിയരെ, നമ്മുടെ പുറമേയുള്ള പ്രവൃത്തി അല്ല, നമ്മുടെ അകത്തെന്ത് വ്യാപരിക്കുന്നു അതിനെ ദൈവം ന്യായം വിധിക്കും. ഹല്ലേലൂയ. നമ്മുടെ രഹസ്യ ചിന്തകളെ മറ്റുള്ളവർ കാണാതെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നാം ചെയ്യുന്ന കാര്യങ്ങളെ ദൈവം ന്യായം വിധിക്കും. അസൂയയും പകയും ഉള്ളിൽ വെച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടിരുന്നാലും നിന്റെ കൂട്ടുകാരനോടോ നിന്റെ സഹോദരനോടോ നിനക്ക് അസൂയയും പകയും ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, മറ്റുള്ളവന്റെ കണ്ണിനെ നമുക്ക് മറയ്ക്കാം, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനെ മറയ്ക്കാൻ വഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. തെറ്റായ നോട്ടം മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കാം, കർത്താവിൽ നിന്ന് മറയ്ക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു തെറ്റായ നോട്ടം, നമ്മുടെ ഒരു അൺവാണ്ടഡ് ക്ലിക്ക് ഓൺ ദ കമ്പ്യൂട്ടർ, ആവശ്യമില്ലാത്ത ഒരു ക്ലിക്ക് മറ്റുള്ളവർ കാണില്ല, പക്ഷെ ദൈവം കാണുന്നു. ഹല്ലേലൂയ. നമ്മുടെ മൊബൈലിൽ നമ്മൾ ഇങ്ങനെ തള്ളി തള്ളി വിടുന്ന ഓരോ ക്ലിപ്പുകളും മറ്റുള്ളവർ കാണുന്നില്ല, ദൈവം കാണുന്നു. ന്യായവിധിയിൽ എന്റെ പ്രിയരെ, കർത്താവ് പറഞ്ഞില്ലേ, ആർക്കും പ്രതിവാദം പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ ന്യായവിധി എന്നൊരു പബ്ലിക് അഫെയറാ. ഇതെല്ലാം ഡിസ്ക്ലോസ്ഡ് ആവും. ഭർത്താവിൽ ഭാര്യയിൽ നിന്നും, ഭാര്യ ഭർത്താവിൽ നിന്നും, സഹോദരൻ സഹോദരിയിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും, പങ്കാളികളിൽ നിന്നൊക്കെ നമ്മൾ മറച്ചു വെക്കും. പക്ഷെ ഇതൊരു ദിവസം ഡിസ്ക്ലോസ്ഡ് ആവും. അല്ല എന്നാ നമ്മുടെ ചിന്തയെങ്കിൽ നമ്മള് വഞ്ചിക്കപ്പെട്ടിരിക്കുക പ്രിയരെ. മനുഷ്യന്റെ നഗ്ന നേത്രങ്ങളെ മറയ്ക്കാം, പക്ഷെ ദൈവത്തിന്റെ കണ്ണുകളെ മറയ്ക്കാൻ പറ്റില്ല. അപ്പോസ്തലൻ എന്ത് കൃത്യമായിട്ടാ പറയുന്നത്. ഹല്ലേലൂയ. ഈ ഗ്രൂപ്പിനെ നോക്കി നല്ലവരാ,
ഞങ്ങള് കൊള്ളരുതാത്തവരും കൊള്ളക്കാരും പിടിച്ചുപറിക്കാരൊന്നുമല്ല. ഞങ്ങൾ ജീവിതത്തിൽ ധാർമ്മിക ബോധമുള്ള നല്ല ആൾക്കാരാ എന്ന് എന്ന് വാദിക്കുന്ന, എന്ന് അവകാശപ്പെടുന്നവരെ നോക്കി പറയുക. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചോണം. എന്റെ പ്രിയരെ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, എന്താ ഇതിനുള്ള പ്രതിവിധി? പാപത്തെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം. കൃത്യമായി ഞാൻ ഇന്ന പാപം ചെയ്തു, അപ്പാ എന്നോട് ക്ഷമിക്കണേ. പാപം എന്തെങ്കിലും ഉണ്ടേ ക്ഷമിക്കണേ എന്നല്ല. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ഇന്നത് തെറ്റിപ്പോയി. കർത്താവേ, അക്സെപ്റ്റ് ഇറ്റ്. കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാലിൽ നിന്ന് നമ്മുടെ ഈ രാത്രി യാമങ്ങളിൽ ആരും കാണാതെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ വിട്ടുപേക്ഷിക്കാതെ, എന്റെ പ്രിയരെ, അല്ലെങ്കിൽ ഇതെല്ലാം ചരടിച്ചു വെക്കുകയാണ്. Let me to be very frank. അല്ലെങ്കിൽ ഇതെല്ലാം കൂട്ടി വെക്കുകയാണ്. ഹല്ലേലൂയ. സൊദോമിനോടും ഗൊമോറയോടും പറയുന്ന പോലെ നിങ്ങൾക്ക് സഹിക്കാത്താത്തതാവും അല്ലേ? ഹല്ലേലൂയ. ഇതാ രണ്ടാമത്തെ കാര്യം നമുക്ക് ആ വാക്യത്തിൽ നിന്ന് കാണാം. നിങ്ങൾ ആ വാക്യത്തിലേക്ക് ഒന്നുകൂടെ നോക്കിക്കേ. നിങ്ങളുടെ അറ്റൻഷൻ ഡിവൈഡഡ് ആയി പോവല്ലേ. 16 വാക്യത്തില് ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ ഞാൻ അറിയിച്ച സുവിശേഷം. ന്യായവിധി യേശുക്രിസ്തു മുഖാന്തരം. ഹല്ലേലൂയ. അതാ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22-23 വായിച്ചത്. യോഹന്നാൻ 5:22-23 നമ്മൾ വായിച്ചില്ലേ? ഹല്ലേലൂയ. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് സ്നേഹനിധിയ, കരുണയുള്ളവനാ, പരിപാലിക്കുന്നവനാ, നടത്തുന്നവനാ, ചേർത്ത് നിർത്തുന്നവനാ. നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് നമ്മളെ ബലപ്പെടുത്തുന്നവനാ. എല്ലാം ശരിയാ, ലവിങ് ഹെവൻലി ഫാദറാ. പക്ഷെ എന്റെ പ്രിയരെ, ഈ ലവിങ് ഹെവൻലി ഫാദർ ഒരു ന്യായകർത്താവും കൂടിയാണ്. മറന്നു പോകരുത്. ഇന്ന് പുൾപിറ്റുകളിൽ ഇഗ്നോർ ചെയ്യുന്നൊരു കാര്യമാണ്. ഹല്ലേലൂയ. കേൾക്കാൻ ആർക്കും ഇഷ്ടമില്ലല്ലോ. അതുകൊണ്ട് ഇത് അത്ര രസകരമായിട്ടുള്ള കാര്യമല്ലെങ്കിലും ഇതാണ് ഇതിന്റെ സത്ത. ഇതാ, ഐ ഷുഡ് ടെൽ യു ദ ഓൾ കൗൺസിൽ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിന്റെ ഒന്നും മറച്ചു വെക്കാതെ. ഹല്ലേലൂയ. ഞാനൊരു ടീച്ചറായ സ്ഥിതിക്ക്, ഉപദേഷ്ടാവ് എന്ന നിലയിൽ കൃത്യമായിട്ട് നിങ്ങളോട് പറയണം, നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ നടത്തുന്നു, പരിപാലിക്കുന്നു. പക്ഷെ മറന്നു പോകരുത്, one day he will judge you. He will take the seat of the judgment. Hallelujah. ഇന്ന് അവൻ നമുക്ക് വേണ്ടി ഒരു കാര്യസ്ഥനായിട്ടിരിക്കുക. ഇന്ന് നാം ഏൽപ്പിച്ചു കൊടുത്താൽ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ മുൻപിൽ അവൻ പക്ഷപാതം ചെയ്യും. ഏറ്റുപറഞ്ഞാൽ അവിടുത്തെ കാൽവരിയിൽ ഒഴുക്കിയ പുണ്യാഹ രക്തം നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കാൻ ശക്തമാണ്. ഹല്ലേലൂയ. അന്ന് എന്റെ പ്രിയരെ, അവൻ നീതിയുള്ള ന്യായാധിപതിയായിട്ട് വരും. ഹല്ലേലൂയ. ഇതിന്റെ ഒരു വ്യക്തമായ ഒരു വിവരണം ഹല്ലേലൂയ റെവലേഷൻസിലുണ്ട്. വെളിപ്പാട് പുസ്തകം അതൊന്ന് വായിക്കാം. ആ വ്യക്തമായ നിങ്ങളുടെ ഉള്ളില് ആ പിക്ചർ ഒന്ന് കൊണ്ടുവന്നേ. 19-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഒരാള് നിർത്തി ഒന്ന് ഉറക്കെ വായിച്ചു. പ്രത്യക്ഷമായി അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നതാണ്. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്, അത് അവൻ എന്നാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം ദുർബലവും ശുദ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവനെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും
ായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ആമേൻ. സ്തോത്രം. രാജാതി രാജാവും കർത്താതി കർത്താവുമായ ഹല്ലേലൂയ, അവന്റെ നാമം. ഹല്ലേലൂയ. സി, എത്ര കൃത്യമായിട്ടാ അപ്പോസ്തലനായ യോഹന്നാൻ ദൂതൻ തനിക്ക് തന്ന ഈ വെളിപ്പാടിനെ നമുക്കായി ഈ പുസ്തകത്തിൽ എഴുതി തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ദിവസം കർത്താവ് ന്യായ കർത്താവായിട്ട് വരും. ഹല്ലേലൂയ. ഇതാ മൂന്നാമത് ആ വാക്യത്തിൽ നമുക്ക് നിന്ന് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. നാലാമത്, ഹല്ലേലൂയ, ഒന്നുകൂടെ ആ ഭാഗം വായിച്ചാൽ, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ ഞാൻ അറിയിച്ച സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. ഹല്ലേലൂയ. ന്യായവിധി സുവിശേഷ പ്രകാരമായിരിക്കും. Judgment will be according to the gospel. ന്യായവിധി സുവിശേഷ പ്രകാരമായിരിക്കും. ഇവിടെ അപ്പോസ്തലൻ നമ്മോട് പറയുകയാണ്, ന്യായവിധി എന്നുള്ളത്, ജഡ്ജ്മെന്റ് എന്നുള്ളത് സുവിശേഷത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ്. വെരി പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഗോസ്പൽ, ന്യായവിധി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ 2:16 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ നാം വായിച്ചത്, എന്റെ സുവിശേഷ പ്രകാരം. എന്താ സുവിശേഷം? ഹല്ലേലൂയ. എന്താ സുവിശേഷം? ഹല്ലേലൂയ. ഞാൻ അറിയിച്ച സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും. 3-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം, അതിന്റെ 19-20 വാക്യങ്ങളൊന്ന് വായിച്ചാലോ? 3-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം, അതിന്റെ 19-20 വാക്യം. അതെ, ആ വെളിച്ചം എന്നുള്ളടത്ത് സുവിശേഷം എന്നൊന്ന് മാറ്റി വായിച്ചേ. ന്യായവിധി എന്നതോ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം, കാൽവരി യാഗം, കാൽവരി യാഗത്തിലൂടെയുള്ള രക്ഷ എന്ന ആ ഗുഡ് ന്യൂസ് നമുക്ക് വന്നിട്ടും നമ്മൾ അതിനെ ത്യജിച്ച് ഇരുളിനെ സ്നേഹിച്ചതു തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഭാഗം നമ്മൾ അല്പം ഒന്ന് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചിന്തിക്കാൻ പോവുക. പക്ഷെ ഇന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇന്നത്തെ സ്റ്റേജുകളില്, ഇന്നത്തെ പുൾപിറ്റുകളില്, സുവിശേഷത്തിൽ അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന സ്ഥലത്ത്, സുവിശേഷം എന്ന പേരിൽ പ്രസംഗിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ കർത്താവിന്റെ കാൽവരി യാഗത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഫെൽറ്റ് നീഡ്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ജീവിതത്തിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമായിട്ടല്ല ഇന്ന് പ്രസംഗിക്കുന്നത്, അല്ലേ? ചിന്തിച്ചു നോക്കിക്കേ. സുവിശേഷത്തെ ഇന്ന് പല സ്റ്റേജുകളിലും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പല സ്റ്റേജുകളിലും നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചില ആവശ്യങ്ങളുടെ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളുടെ സാധൂകരണത്തിനായിട്ട് മാത്രമാണ് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. രോഗസൗഖ്യം, വിടുതൽ, നമ്മുടെ ദാരിദ്ര്യത്തിൽ നിന്നുള്ള വിടുതൽ, നമ്മുടെ ഒരു പ്രശ്നത്തിന്റെ മേലുള്ള വിടുതൽ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആ കഷ്ടതയിൽ നിന്ന് നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പക്ഷെ അപ്പോസ്തലൻ റോമാലേഖനത്തിൽ പറയുകയോ 1:18, വെളിപ്പെടുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങൾ വിട്ടോ ഓടേണ്ടതിന്. ഹല്ലേലൂയ. സുവിശേഷം എന്തിനാ? സുവിശേഷം ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ഈ കോപത്തിൽ നിന്ന് ഓടിയകലാൻ, അതിനാ സുവിശേഷം. അങ്ങനെയല്ലേ 1:18 വായിക്കുന്നത്? 1:18 എന്താ വായിച്ചത്? ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു, വരുവാനുള്ള കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവീൻ. എന്റെ പ്രിയരെ, ഗോസ്പൽ
സുവിശേഷം, ഈ വെളിപ്പെടാനിരിക്കുന്ന ദൈവകോപം, ഹല്ലേലൂയ, വരുവാനിരിക്കുന്ന ദൈവകോപത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒന്നാ സുവിശേഷം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ വിശദമാക്കാം അതെങ്ങനെയാന്നുള്ളത്. ഹല്ലേലൂയ. കർത്താവിന്റെ കാൽവരി യാഗത്തിലൂടെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വന്നു. കർത്താവിന്റെ കാൽവരി യാഗത്തിലൂടെ നമ്മൾക്ക് നിത്യ ജീവനെ ലഭിച്ചു. കർത്താവിന്റെ കാൽവരി യാഗത്തിൽ കർത്താവ് ഒഴുക്കിയ രക്തത്താൽ പാപത്തിന് പരിഹാരം, അല്ലെ? ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, ശരിക്കും നമുക്ക് കഴിയാൻ പറ്റാതിരുന്നത് എന്തായിരുന്നു? നമുക്ക് കഴിയാൻ പറ്റാതിരുന്നത്, ഹല്ലേലൂയ, നമ്മുടെ പാപത്തിന് പരിഹാരമായിരുന്നു. ഹല്ലേലൂയ. നമ്മളെ എന്ത് ചെയ്താലും, അല്ലെ? അതല്ലേ സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, സഹോദരൻ ശവക്കുഴി കാണാതെ വണ്ണം അവന് മറുവില കൊടുപ്പാൻ നിനക്ക് സാധിക്കുമോ? Can you? ഹല്ലേലൂയ. ഈ മരണത്തിൽ നിന്ന്, പാപത്താൽ നമ്മിൽ വന്ന മരണത്തിൽ നിന്ന് നമ്മെ മോചിപ്പാൻ ആരുമില്ലാതിരുന്നപ്പോൾ നമുക്ക് പകരം നമ്മുടെ രക്ഷയ്ക്ക് രക്ഷകനായി കാൽവരിയിൽ യാഗമാക്കപ്പെട്ടതാ ഈ ഗോസ്പൽ. അതിൽ കുറഞ്ഞതൊന്നല്ല. അതിൽ കുറഞ്ഞ് നിങ്ങൾ എന്ത് സംസാരിച്ചാലും അതില്ല ട്രൂ ഗോസ്പൽ. ഹല്ലേലൂയ. പക്ഷെ നമ്മളിന്ന് കേൾക്കുന്നത് നേരെ തിരിച്ചല്ലേ. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, പാപത്തെ കുറിച്ചൊക്കെ ആരാ പറയുന്നത്? ഹല്ലേലൂയ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിന് പോയപ്പോ തന്നെ ആദ്യം പാപത്തെക്കുറിച്ചും അപ്പോസ്തലന്റെ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പം പറയുന്ന ദേവദാസന് വേഗം ക്ലിക്ക് ചെയ്തു, ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ജനഅകത്തില്ല. ഉടനെ ട്രാക്ക് മാറ്റി. അത് ദേവദാസന്മാർക്ക് അതിനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. ഓഡിയൻസ് എന്താണ്? ഹല്ലേലൂയ. കാരണം ഇന്നത്തെ ഫെൽറ്റ് നീഡ്സിനെ കുറിച്ച് പറഞ്ഞാൽ അത് ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ നാളിൽ ഉണ്ടായിരുന്നില്ലേ, കർത്താവിന്റെ അടുക്കൽ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഞാനും എന്റെ സഹോദരനും ആണെന്നോ, സഹോദരനുമായിട്ടുള്ള തർക്കത്തെ ഒത്തുതീർപ്പാക്കാൻ സഹായിക്കുമോ? അപ്പോ എന്നെ നിങ്ങളുടെ തർക്കത്തിന് പരിഹാരമായിട്ട് ആരാക്കിയതെന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ ഓർക്കുന്നില്ലേ? ഹല്ലേലൂയ. എന്നെ ന്യായകർത്താവാക്കിയത്. ഹല്ലേലൂയ. മറ്റൊരു സ്ഥലത്ത് കർത്താവിനെ ഒരു മിറക്കിൾ വർക്കറായിട്ടാണ്, ഒരു അത്ഭുത പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്റെ പ്രിയരെ, ഈ അത്ഭുതങ്ങൾക്ക് അതിൽ തന്നെ എന്ത് ഇമ്പാക്റ്റാ ഉള്ളത്? അത്ഭുതങ്ങൾക്ക് അതിൽ തന്നെ എന്ത് ഇമ്പാക്റ്റാ ഉള്ളത്? ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ വചന പുസ്തകത്തിൽ എനിക്ക് തോന്നുന്നു ഈ ബൈബിളിൽ കണ്ട അത്ഭുതത്തിൽ ദ ബിഗ്ഗസ്റ്റ് അത്ഭുതം എന്നത് ഞാൻ കരുതുന്നത് ലാസറിന്റെ ഉയർപ്പാ, അല്ലേ? ലാസർ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. 4 ദിവസം കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റു. 4 ദിവസം നാറ്റം വെച്ച് ലാസറിനെ ഉയർത്തു. ഹല്ലേലൂയ. നിങ്ങൾ ആ ഭാഗം യോഹന്നാന്റെ സുവിശേഷം വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാന ഭാഗത്ത് നാം കാണുന്നു, ഹല്ലേലൂയ, ഈ ലാസറിനെയും നമുക്ക് യേശുവിനോട് കൂടെ ഫിനിഷ് ചെയ്യണം. ഈ ലാസറിനെയും നമുക്ക് യേശുവിന്റെ കൂടെ ഫിനിഷ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞൊരു ഉദ്ദേശം, ഈ അത്ഭുതങ്ങൾക്ക് അത്ര ഇമ്പാക്റ്റേ ഉള്ളൂ. ഹല്ലേലൂയ. അത്ഭുതങ്ങൾക്ക് അത്ര ഇമ്പാക്റ്റേ ഉള്ളൂ. യേശുവിന്റെ അത്ഭുതം കണ്ട, അല്ലെ, ഓശാന നാളിൽ ജയ ജയ വിളിച്ചവരല്ലേ കർത്താവിന്റെ കാൽവരിയിൽ വെച്ച് ഇവനെ ക്രൂശിക്കുക, ഇവനെ ക്രൂശിക്കുക, ഇവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞത്? ഒരത്ഭുതം കണ്ടില്ലേ? യൂദാ ഇസ്കറിയാത്ത എത്ര അത്ഭുതം കണ്ടു? അത്ഭുതം ചെയ്തവനാണ്. ഹല്ലേലൂയ. എന്റെ പ്രിയരെ, അത്ഭുതങ്ങൾ ഒന്നുമില്ലെങ്കിലും സുവിശേഷത്തിന്റെ മെസ്സേജ് ഉണ്ടോ? That's enough. Miracles, even if there is no miracle, if there is a message, that's enough. Hallelujah. Hallelujah. Message are important. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, ഞാൻ ചോദിക്കട്ടെ, യോഹന്നാൻ സ്നാപകൻ അത്ഭുതങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, അല്ലേ?
പക്ഷെ യോഹന്നാന്റെ മെസ്സേജ് കേട്ട് എത്ര പേരാ കർത്താവിന്റെ അടുക്കിലേക്ക് വന്നത്? കർത്താവിനെ അനുഗമിച്ച് എത്ര പേരാ? ഹല്ലേലൂയ. അതിനേക്കാളും വലിയൊരു അത്ഭുതം അപ്പസ്തോല പ്രവർത്തികൾ എടുത്ത് നിങ്ങൾ അപ്പസ്തോല പ്രവർത്തികൾ 14 അധ്യായത്തിലേക്ക് വരുമ്പോൾ, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ 14 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 8 വാക്യത്തിൽ അഥേനയിൽ വെച്ചുള്ള ഒരു കാര്യമാണ്. ലുസ്ത്രയിൽ വെച്ച് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. ഹല്ലേലൂയ. ആ വ്യക്തിയുടെ ഉള്ള ഒരു ഭയങ്കര സ്പെക്ടാക്കുലർ മിറക്കിളാണത്. ജന്മന മുടന്തനായിരുന്ന ഒരു വ്യക്തി എഴുന്നേറ്റും തുള്ളിച്ചാടി നടക്കുകയാണ്. അതിന്റെ 12-13 വായിച്ചേ. 12-13 വാക്യം. പട്ടണത്തിന്റെ മുൻപിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കൽ കൊണ്ടുവന്നു. പുരുഷാരത്തോടുകൂടെ യാഗം കഴിപ്പാൻ. വലിയൊരു അത്ഭുതം. ഇതിനു മുമ്പെങ്ങും ഇവര് കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള ഒരു അത്ഭുതം, വളരെ സ്പെക്ടാക്കുലർ ആയിട്ടൊരു അത്ഭുതം കണ്ടു. ഇവരെന്ത് തീരുമാനിച്ചു? പൗലോസിനെയും ബർന്നബാസിനെയും അല്ലേ, ഇവര് രണ്ടുപേരെയും എന്താണ് ഇവര് ദേവന്മാർ എന്ന് വിളിച്ച് അവർക്ക് ബുധനെന്നും ഇന്ദ്രനെന്നും അവരെ പേരിട്ട് വിളിക്കുകയാണ്. എന്നിട്ട് 19 വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. മനസ്സിലായി ഞാൻ പറഞ്ഞ ഉദ്ദേശിക്കുന്നത്? വലിയൊരു അത്ഭുതം കണ്ടു. പൗലോസിനെയും ബർന്നബാസിനെയും ദേവന്മാർ എന്ന നിലയിൽ അവര് ചിത്രീകരിച്ചു. എന്നിട്ട് അല്പം കഴിഞ്ഞ് ഈ ജനം തന്നെ പൗലോസിനെ കല്ലെറിയുക. എന്ത് ഇമ്പാക്റ്റാ ആ അത്ഭുതത്തിനകത്തുണ്ടായിരുന്നു! ഹല്ലേലൂയ. എന്റെ പ്രിയരെ, ഞാൻ അത്ഭുതം വേണ്ട എന്നൊന്നുമല്ല പറയുന്നത്. അത്ഭുതത്തിന് അതിൻ്റെതായ നിലയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ട്. കാരണം കർത്താവ് പറയുന്നു, എന്റെ വചനം ഞാൻ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിക്കുന്നു. തീർച്ചയായിട്ടും അന്നും ഇന്നും അത്ഭുതങ്ങളുണ്ട്. അതെ, കർത്താവിന്റെ വചനത്തെ അത്ഭുതങ്ങൾ ഉറപ്പിക്കുന്നു. there is no doubt about that. പക്ഷേ മെസ്സേജ് ഉണ്ടായിരിക്കണം. അപ്പോസ്തലൻ പറയുക 1:18 സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, കാരണം ഇത് രക്ഷയ്ക്കായി ദൈവ ശക്തിയല്ലോ. എന്താ രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാവുന്നത്? ദ മെസ്സേജ് ഓഫ് ഗോസ്പൽ. സുവിശേഷമാണ് ശക്തി. ഹല്ലേലൂയ. ഞാനും അങ്കിളും ഇന്ന് രാവിലെ ചായ കുടിച്ചോണ്ടിരുന്നപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അങ്കിള് പറഞ്ഞേ, അവിടെ ചർച്ചില് ഇപ്പൊ ഇങ്ങനെ സംസാരിക്കും, പറയും മെസ്സേജ് മാത്രം പോരാ, പ്രവാചകന്മാരൊക്കെ ഉണ്ടായെങ്കിലേ ഒരു ഇളക്കം ഉണ്ടാവും. മെസ്സേജ് മാത്രം പോരാ. ഞങ്ങൾ പണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പിലൊരു അന്നുണ്ടായിരുന്നൊരു അവിടെ ശുശ്രൂഷിച്ച ബ്രദർ പറഞ്ഞേ, എന്റെ ബൈജു ബ്രദറെ, ഒരു മുടന്തൻ എഴുന്നേറ്റ ഈ റൂം നിറഞ്ഞു കവിയും. ഒരൊറ്റ മുടന്തൻ എഴുന്നേറ്റാ മതി. എന്താ പറഞ്ഞ ഉദ്ദേശിച്ചത് മനസ്സിലായോ? ഒരൊറ്റ അത്ഭുതം മതി. ഇവരൊക്കെ ഇതിനകത്താ വിശ്വസിക്കുന്നത്. എന്റെ പ്രിയരെ, അത്ഭുതമില്ലെങ്കിലും മെസ്സേജ്, കാരണം സുവിശേഷം ദൈവശക്തിയാകുന്നു. സുവിശേഷത്തിന് അതിൽ തന്നെ ശക്തിയുണ്ട്. ഞാൻ പറയുന്ന എന്റെ പ്രഭാവം കൊണ്ടോ എന്റെ വാക്കിന്റെ ഇതുകൊണ്ടൊന്നുമല്ല. സുവിശേഷം അതിൽ തന്നെ ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം ഇളകണമെങ്കിൽ മെസ്സേജ് അല്ല. നിങ്ങളുടെ ശരീരത്തെ വേണേ എനിക്ക് ഇളക്കാൻ പറ്റും, പക്ഷെ ഹൃദയത്തെ ഇളകണമെങ്കിൽ സുവിശേഷത്തിന്റെ ശക്തി ഇറങ്ങണം, എന്നാലേ പറ്റും. ഹൃദയം ഇളങ്ങുന്നില്ലെങ്കിൽ എന്ത് കാര്യം? ഹൃദയത്തിന് രൂപാന്തരം വരുന്നില്ല എങ്കിൽ, ഒരു മാനസാന്തരം വരുന്നില്ല എങ്കിൽ, ഒരു പാപബോധം വരുന്നില്ല എങ്കിൽ, ഒരു വിട്ടുപേക്ഷിക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളിൽ വരുന്നില്ല എങ്കിൽ എന്ത് യൂസേജ്? എന്ത് കാര്യമില്ല. ഹല്ലേലൂയ. അത്ഭുതമല്ല, മെസ്സേജ് ആണ് ഇമ്പോർട്ടന്റ്. എന്താ മെസ്സേജ്? കർത്താവ് നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമാക്കപ്പെട്ടു.
പോയവൻ വീണ്ടും വരും, ന്യായവിധിക്കായിട്ട് വരും. ഹല്ലേലൂയ. അതുകൊണ്ട് പാപത്തെ വിട്ടുപേക്ഷിച്ച് വിശുദ്ധിയിലും വേർപാടിലും അവിടുത്തെ വരവെങ്കിൽ എടുക്കപ്പെടുന്ന നിലയിൽ കാത്തിരിക്കുക. ഹല്ലേലൂയ. ഇതാ മെസ്സേജ്. ഹല്ലേലൂയ. ഇതാ ഇമ്പോർട്ടന്റ്. കർത്താവ് ന്യായം വിധിക്കാനായിട്ട് വരും. ഇതിൽ കുറഞ്ഞ നമ്മൾ എന്ത് പറഞ്ഞാലും, ഞാൻ ചോദിക്കട്ടെ, അപ്പസ്തോലന്മാർ എന്താ പഠിപ്പിച്ചത്? അപ്പസ്തോലന്മാർ എന്താ പ്രസംഗിച്ചത്? രണ്ടാം അപ്പസ്തോല പ്രവൃത്തികൾ 2:40 നമ്മൾ വചന ഭാഗങ്ങൾ എടുത്തെടുത്ത് പറയുന്നത്, അത് എന്റെ വാക്കുകളെക്കാളും വചനം പറയുമ്പോൾ അത് അതിനേക്കാളും ശക്തമാണ്. അപ്പസ്തോലൻ പറഞ്ഞ എന്താ? ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവേ. ഇതാ അപ്പസ്തോലൻ പ്രസംഗിച്ചത്. ഹല്ലേലൂയ. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു. വേറൊരുത്തനിലും ജീവനില്ല, ആകാശത്തിന് കീഴെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ രക്ഷയ്ക്കായി യേശുവെന്ന ഒരേ ഒരു നാമം മാത്രം. ഹല്ലേലൂയ. ഇത് എവിടെ പോയാലും, ഏത് ജാതികളുടെ ഇടയിൽ പോയാലും, വിദ്യാഭ്യാസമുള്ളവരുടെ ഇടയിൽ പോയാലും, താഴ്ന്ന വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ ഇടയിൽ പോയാലും, the one and only gospel. ഹല്ലേലൂയ. ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടത് പ്രിയരെ. എന്റെ സുവിശേഷത്താൽ ന്യായം വിധിക്കും. നിങ്ങളുടെ രഹസ്യങ്ങളെ ഞാൻ അറിയിച്ച സുവിശേഷത്താൽ ന്യായം വിധിക്കും. 2 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോ അപ്പോസ്തലൻ പറയുക, ഇതല്ല പറയുന്നെങ്കിൽ അത് മറ്റൊരു സുവിശേഷമാണ്. ഒന്ന് വായിച്ചാലോ. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. 2 Corinthians 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. മറ്റൊരു യേശു മറ്റൊരേശു, മറ്റൊരാത്മാവ്. മറ്റൊരാത്മാവ് കേട്ടിട്ടില്ലേ? മറ്റൊരാത്മാവ് എന്താ? എന്നോട് ആത്മാവ് ഇപ്രകാരം പറയുന്നു, ഇപ്പൊ കിട്ടിയ ദൂത നിങ്ങളെ തണുപ്പുള്ള ദേശത്തേക്ക് വിടും. ഞാൻ മഞ്ഞു മൂടിയ സ്ഥലങ്ങളിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണുന്നത്. ഇതൊക്കെ ഏത് ആത്മാവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ പ്രിയരെ, ഈ നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. ഇതാ പറഞ്ഞത്. നമ്മുടെ പാപത്തെ ചൂണ്ടിക്കാട്ടുക ചെയ്തത്. നമ്മൾ എന്ത് നേടിയിട്ടും നിത്യത നഷ്ടപ്പെട്ടു പോയിട്ട് എന്ത് കാര്യം? നമ്മൾ എന്ത് നേടിയിട്ടും നമുക്ക് നിത്യതയിൽ നമുക്ക് എത്താൻ പറ്റില്ലെങ്കിൽ വാട്ട് യൂസ്? എന്ത് കാര്യം? അതാണ് ഇമ്പോർട്ടന്റ്. ഈ ബ്രദർ എപ്പോ വന്നാലും പാപത്തെ കുറിച്ച്, കാരണം എന്റെ പ്രിയരെ, ഞാൻ എപ്പോഴും പറയാറുള്ളത്, എന്റെ പ്രിയരെ, നമ്മുടെ നിത്യതയ്ക്ക് തടസ്സം, ഞാൻ എപ്പോഴും പറയാറുള്ള, അത് നമ്മുടെ ഉള്ളങ്ങളിൽ എഴുതി പറ്റി. എന്റെ നിത്യതയ്ക്ക് തടസ്സം എന്റെ ദാരിദ്ര്യമോ, എന്റെ അസുഖമോ, എന്റെ പട്ടിണിയോ, എന്റെ കഷ്ടതയോ, ഇതൊന്നുമല്ല. എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന പാപമാണ് എന്റെ നിത്യതയ്ക്ക് തടസ്സം. നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ഇതിനെയാണ്. അതാ യെശയ്യാവിന്റെ പ്രവചനം 1-ാം അധ്യായത്തിൽ കാണുന്നത്. ഇതിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് മുമ്പേ അവന്റെ രാജ്യം എന്ന് വെച്ചാൽ എന്താ? ഞാൻ പറഞ്ഞത് എന്ത്? എന്റെ സുവിശേഷം നിങ്ങളെ തന്നെ ഒരുക്കി എന്റെ വരവിനായിട്ട്, എന്റെ രാജ്യത്തിനായിട്ട് ആത്മാവിൽ ദാരിദ്ര്യത്തോടെ കാത്തിരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് എന്റെ പ്രിയരെ നോക്കിക്കേ, ഇന്ന് എത്ര കോടി ജനങ്ങളാ വഞ്ചിക്കപ്പെട്ടു പോയിട്ടില്ലേ? എത്ര കോടി ജനങ്ങളാ മറ്റു പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ട്. ഹല്ലേലൂയ. മറ്റു പല കാര്യങ്ങളും. ഇത് നമ്മള് വളരെ കത്രികയും പച്ചിലയും പോലെയാണ് അങ്ങ് പറയുക. ഇതിനകത്ത് വെള്ളം ചേർത്തിട്ടോ, ഇതിനകത്ത് നിങ്ങളെ സുഖിപ്പിച്ചിട്ടോ, ഇതിനകത്ത് നിങ്ങളെ ഒന്ന് ഇളക്കി വിട്ടിട്ടോ ഒന്നൊരു കാര്യമില്ല. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ആൻസറബിളാ.
ഇതാ ഇതിന്റെ സത്യം. ഹല്ലേലൂയ. ഇത്രയും ഞാനത് വിപുലീകരിച്ച് പറയാൻ കാരണം ഇന്ന് കേൾക്കുന്നത് വിടുതലിന്റെ സുവിശേഷം, രോഗസൗഖ്യത്തിന്റെ സുവിശേഷം. ഹല്ലേലൂയ. വിടുവിക്കുന്ന സുവിശേഷം. ഇന്ന് ഞങ്ങൾ രാവിലെ കേട്ടു, ആ ദൂത് പറഞ്ഞിട്ട് ആ ദൂതിനകത്തേക്ക് കയറി നിന്നോ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഏറ്റെടുത്താട്ടെ, ഏറ്റെടുത്താട്ടെ. അപ്പോ ബ്രദർ ഇതിനൊക്കെ എതിരാണോ? ഇതൊന്നും വേണ്ടേ? രോഗസൗഖ്യവും വിടുതലൊന്നും വേണ്ടേ? എന്റെ പ്രിയരെ, തീർച്ചയായിട്ടും രോഗസൗഖ്യവും വിടുതലൊക്കെ വേണം. ഹല്ലേലൂയ. രോഗസൗഖ്യം അന്നും ഇന്നും ദൈവം രോഗം സൗഖ്യമാക്കുന്നു. അന്നും ഇന്നും ദൈവം വിടുതൽ നൽകുന്നു. അവിടുത്തെ നാമ മഹത്വത്തിനായിട്ട്, അവിടുത്തെ ഹിതപ്രകാരം. ഹല്ലേലൂയ. ആത്മാവിന്റെ ഈ കൃപാവരങ്ങളുണ്ടല്ലോ, സഭയുടെ, മണവാട്ടി സഭയുടെ പൊതു പ്രയോജനത്തിനായിട്ട് ദൈവം നൽകിയിരിക്കും. ഹല്ലേലൂയ. എന്തിനായിട്ട്? പൊതു പ്രയോജനത്തിനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിക്കേണ്ടത്. 1 കൊരിന്ത്യർ ലേഖനം 12:7 വായിക്കണ്ട. 1:12 നാം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. രോഗശാന്തി വരങ്ങളെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ പ്രിയരെ, ഈ രോഗശാന്തി വരം കാൽവരിയിൽ കർത്താവിന്റെ ക്രൂശ് മരണത്തിന്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ അല്പം കൂടെ, ഞാൻ വേഗം അവസാനിപ്പിക്കാമേ, അല്പം കൂടെ ഒരു 10 മിനിറ്റോടെ നിങ്ങൾ ശ്രദ്ധിച്ചു. ഞാൻ ഇതൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. കാരണം ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വളരെ ഒരു വ്യക്തതയില്ല. അതൊന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. വിടുതൽ, രോഗശാന്തി, രോഗസൗഖ്യം കാൽവരി യാഗത്തിന്റെ ഒരു ഭാഗമായിട്ട്, അല്ലെങ്കിൽ കാൽവരി ക്രൂശിലെ ഒരർത്ഥത്തിൽ കാൽവരിയിലെ ക്രൂശ് മരണത്തിന്റെ ഫലമായിട്ട് നമ്മളിൽ ഉണ്ടായതാണ് ഈ രോഗസൗഖ്യവും ഈ വിടുതലൊക്കെ. അത് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ടല്ലോ, അവൻ ഉയരങ്ങളിലേക്ക് കയറി അവൻ നമുക്ക് നല്ല ദാനങ്ങളെ നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയി കാര്യസ്ഥൻ നിങ്ങൾക്ക് വന്നിട്ട് ദൈവത്തിന്റെ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ നമുക്ക് നൽകും. ഹല്ലേലൂയ. അതിലൊന്നാണ് ഈ രോഗശാന്തി വരം. അത് അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന പ്രശ്നം, കാൽവരിയിൽ ദൈവത്തിന്റെ പുത്രനായ യേശു കർത്താവ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഭൂമിയിൽ വന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി, ഒരു അകൃത്യയാഗമായി ഞാൻ ഏറ്റെടുക്കേണ്ട മരണത്തെ കർത്താവ് എനിക്ക് പകരം കാൽവരിയിൽ വഹിച്ചു. ഹല്ലേലൂയ. ഈ പാപ പരിഹാര ബലിയുടെ ഈക്വലന്റ് ആയിട്ടല്ല രോഗസൗഖ്യം. അത് മനസ്സിലായില്ലല്ലേ? ഹല്ലേലൂയ. രോഗസൗഖ്യം എന്നുള്ളത് കർത്താവിന്റെ കാൽവരി മരണത്താൽ അതിന്റെ ഒരു ഭാഗമാണ്. ഹല്ലേലൂയ. പക്ഷേ കാൽവരി മരണം നമ്മുടെ പാപപരിഹാരത്തിനുള്ളതായിരുന്നു. അതിന്റെ ഒപ്പമല്ല രോഗസൗഖ്യം. ഹല്ലേലൂയ. കാരണം ആ സൗഖ്യം എന്ന വാക്ക് വരുന്നതുകൊണ്ടാണ് നമുക്കൊരു കൺഫ്യൂഷൻ. ഹല്ലേലൂയ. കർത്താവിന്റെ മരണം നമ്മുടെ പാപത്തിന്റെ പരിഹാരമായിരുന്നു. അതിന് ഈക്വലന്റ് ആയിട്ടല്ല രോഗസൗഖ്യം. മനസ്സിലാവുന്നുണ്ടോ? യെശയ്യാവിന്റെ പ്രവചനം 53-ാം അധ്യായം. ഞാൻ 1-2 വാക്യങ്ങൾ എടുത്ത് പറയാം. അതുകൊണ്ടൊക്കെ എന്റെ പ്രിയരെ, നമുക്ക് ഈ ഒരു വെളിപ്പാടില്ലാത്തത് കൊണ്ടാ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. 53-ാം അധ്യായം അതിന് 4-ാം വാക്യം ഒന്ന് വായിച്ചല്ലോ. മതി സിസ്റ്റർ, താങ്ക് യു. ഇസ്രായേൽ കൃത്യമായി അല്പം അൺഡിവൈഡഡ് ആയിട്ട് നിങ്ങൾ കൃത്യതയോടെ കേൾക്കണേ. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ
ഇസ്രായേൽ ആസ് ആൻ എത്നിസിറ്റി, ഇസ്രായേൽ രാജ്യം, ആ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ഈ പ്രവചനം ശരിയാ. എന്താണ് അവിടെ പ്രവചിച്ചിരിക്കുന്നത്? സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിച്ചും ഇരിക്കുന്നു എന്ന് വായിക്കുന്നു. ഈ ഒരു പ്രവചനം പൂർത്തിയാകുന്നുണ്ട്. എവിടെയാണെന്നറിയാമോ? ഈ പ്രവചനം പൂർത്തിയാകുന്നതുണ്ട്. നിങ്ങൾ വായിച്ചേ, മത്തായിയുടെ സുവിശേഷം 8:16 കർത്താവ് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 8:16. വായിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ. യേശയ്യാവിന്റെ 53:4 പറഞ്ഞ ആ പ്രവചനം നിവൃത്തിയായി. എപ്പോഴാ? കാൽവരി മരണത്തിന് മുൻപ്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണേ. അവിടെ റെഫറൻസ് ഉള്ളവർക്ക് എഴുതി വെച്ചിട്ടുണ്ട്. 16-17 എന്നുള്ളത് യേശയ്യാവിന്റെ 53:4 എഴുതി വെച്ചിട്ടുണ്ട്, റെഫറൻസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു എന്ന് യേശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. എപ്പോ? കാൽവരിയിൽ കർത്താവ് കടക്കുന്നതിന് മുൻപേ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ യേശയ്യാ പ്രവാചകൻ അന്ന് പ്രവചിച്ചത് നിവൃത്തിയായി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത് നിങ്ങൾ അതിന്റെ 53:5 വാക്യത്തിലേക്ക് വന്നേ. 53 യേശയ്യാ പ്രവചനം 53:5. എന്നാൽ അവൻ, അതായത് കർത്താവ്, നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ വായിച്ചു. ഇവിടെ പറയുന്ന സൗഖ്യം രോഗസൗഖ്യമല്ല. എന്തിനുള്ള സൗഖ്യമാ? അതിക്രമത്തിനും. എന്താ നിങ്ങൾ വായിച്ചു നോക്കിയാണോ? വായിച്ചേ. എന്റെ അതിക്രമങ്ങൾക്കും അകൃത്യങ്ങൾക്കുമുള്ള സൗഖ്യം. ഇതിനുള്ള സൗഖ്യമാ കാൽവരിയിൽ കർത്താവ് പൂർത്തീകരിച്ചത്. അതെന്താ? എന്റെ പാപം, എന്നെ കർത്താവുമായിട്ട് അകറ്റി നിർത്തിയിരുന്ന പാപം. നിങ്ങൾ 54 വാക്യം എടുത്തിട്ട് അത് ഇസ്രായേൽ ജനത്തോട് ആസ് ആൻ എത്നിസിറ്റി ആ ഒരു പ്രവചനം അവിടെ പൂർത്തിയാവുക. പക്ഷെ അതിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്റെ അതിക്രമങ്ങൾ നിമിത്തവും എന്റെ അകൃത്യങ്ങൾ നിമിത്തവും അവനെ മുറിവേൽപ്പിച്ചും തകർന്നുമിരിക്കുന്നു. ഈ നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ അടിപ്പിണരുകളാൽ. എന്ത് സൗഖ്യം? പാപത്തിനുള്ള പരിഹാരം. സൗഖ്യം എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ശാരീരിക ഭാഷ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ നമ്മുടെ പാപസൗഖ്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. അല്ലാതെ കാൽവരിയാഗം, കർത്താവിന്റെ കാൽവരിയാഗം എന്റെ രോഗസൗഖ്യത്തിനായിട്ടല്ല പ്രിയരെ. തീർച്ചയായിട്ടും രോഗസൗഖ്യമുണ്ട്. പക്ഷെ കാൽവരി എന്റെ പാപസൗഖ്യത്തിനായിട്ടായിരുന്നു, എന്റെ പാപത്തിന്റെ പരിഹാരമായിരുന്നു. അതുമായിട്ട് ഇതിനെ ഈക്വലന്റ് ചെയ്യരുത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാ പറഞ്ഞത് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന സ്റ്റേജുകളിൽ കാൽവരി യാഗത്തെ പ്രസംഗിക്കണം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കണം. ഇല്ല എങ്കിൽ അത് വേറൊരു സുവിശേഷമാ. ഇല്ല എങ്കിൽ അത് മറ്റൊരു യേശുവാ. എന്റെ രോഗത്തിന്റെ സൗഖ്യത്തിനായി വന്ന് എനിക്ക് വിടുതൽ നൽകുന്ന യേശു. അത് വേറെ യേശുവാ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. തീർച്ചയായിട്ടും വിടുതൽ വേണം, രോഗസൗഖ്യം വേണം. പക്ഷേ കർത്താവിന്റെ കാൽവരി വരണം. ഞാൻ ചോദിക്കട്ടെ, അപ്പസ്തോലന്മാർ വിടുതൽ നൽകി, രോഗസൗഖ്യം, അടിപ്പിണരുകളാൽ വിടുതൽ നൽകി എന്നല്ല പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. അവന്റെ നാമം പറയുന്നവർക്ക് സൗഖ്യമുണ്ട് പ്രിയരെ. അവന്റെ നാമം ഉച്ചരിക്കുന്നവർക്ക് സൗഖ്യമുണ്ട്. പക്ഷേ അവന്റെ അടിപ്പിണരുകൾ എന്റെ പാപസൗഖ്യത്തിനുള്ളതാ. ഇത് രണ്ടും ഈക്വലന്റ് അല്ല. സുവിശേഷമാ, ഇതാ സുവിശേഷം, ഇതാ പ്രസംഗിക്കപ്പെടേണ്ടത്. അല്ലെങ്കിൽ ഇത് വേറൊരു, ഞാൻ ഇന്റൻഷനൽ ആയിട്ടും അൺഇന്റൻഷനൽ ആയിട്ടും ചെയ്തിട്ടുള്ള 53:10 വായിച്ചേ നല്ലത്. ഹല്ലേലൂയ.
അവനെ തകർത്തു കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ആ അവൻ അവന് കഷ്ടം വരുത്തി. ഉം. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി അകൃത്യയാഗം എന്തിനാ പ്രിയരെ? ലേവ്യ പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. അകൃത്യയാഗം എന്റെ പാപങ്ങളുടെ പരിഹാരമായിട്ടാ. ഹാലേലൂയ. പുരോഹിതൻ കരങ്ങൾ അവിടെ വെച്ചിട്ട് ആടിന്റെ അല്ലേ ഒന്നിനെ മരുഭൂമിയിലേക്ക് വിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മറ്റൊന്നിനെ യാഗമാക്കുന്നു. പാളയത്തിന് പുറത്തേക്ക് നമ്മുടെ പാപങ്ങളെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ചുമന്നൊഴിച്ചു. പ്രിയരെ, ഇതാ സുവിശേഷം, ഇതാ പറയേണ്ടത്, ഇതാ നമ്മുടെ പ്രോബ്ലം. മറ്റൊന്നും ഒരു പ്രോബ്ലം അല്ല. ഇതാ എല്ലാ പുൾപിറ്റുകളിലും പറയപ്പെടേണ്ടത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമാലേഖനം 4:4 24 വായിക്കുമ്പോൾ, റോമർ 4:24 വായിക്കുന്നത് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിലേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഹല്ലേലൂയ. എന്റെ പ്രിയരെ, നമ്മുടെ അതിക്രമങ്ങളാലും നമ്മുടെ പാപങ്ങളും നിമിത്തം ആ കർത്താവ് കാൽവരിയിൽ ഏൽപ്പിക്കപ്പെട്ടത്. ഹല്ലേലൂയ. മറ്റൊന്നാലല്ല. അതാ യെശയ്യാ പ്രവാചകൻ പറയുന്നത്, അതിക്രമങ്ങളാലും അകൃത്യങ്ങളാലും കർത്താവിനും അടിച്ചു മുറിവേൽപ്പിച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ ഇതാ പ്രസംഗിച്ചത്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15:1-2 വാക്യങ്ങൾ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ 15:1-2. See, you have to hold this gospel which save you. നമ്മൾ ആ സുവിശേഷമാ പിടിക്കേണ്ടത്. ഇതാ അപ്പോസ്തലന്മാര് പ്രസംഗിച്ചത്. ഹല്ലേലൂയ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാല്, ഹല്ലേലൂയ, ഞാൻ ഈ ഇത് പറയാനുള്ള കാരണം, എന്റെ പ്രിയരെ, എപ്പോഴും രോഗസൗഖ്യം നടക്കണമെന്ന് നിർബന്ധമില്ല. എപ്പോഴും രോഗസൗഖ്യം അപ്പോസ്തലന്റെ ജീവിതത്തിൽ പറയുന്നില്ല. അപ്പോസ്തലൻ പറയുന്നത് എന്താ? അപ്പോസ്തലൻ ഒരു ശൂലം അതവിടെ ഇരുന്നോട്ടെ. കാരണം ആത്യന്തികമായിട്ട് എന്താ നമുക്ക് നന്മ എന്നുള്ളത് നമുക്കല്ല അറിയാവുന്നത്, കർത്താവിനാണ്. അപ്പോസ്തലൻ പറയുക, അതവിടെ ഇരുന്നോട്ടെ, എന്റെ കൃപ മതി നിനക്ക്. ഹല്ലേലൂയ. അപ്പോസ്തലൻ കുറച്ചു അതിനു മുമ്പ് പറയുന്നുണ്ട്, മൂന്നാം സ്വർഗത്തോളം എടുത്ത തന്നിലൊരു നീ നിഗളിച്ച് പോകാതിരിക്കേണ്ടതിന് ആ ശൂലം അവിടെ ഇരിക്കുന്നതാ നല്ലത്. നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി നിനക്ക് കാണാൻ ഹല്ലേലൂയ ഹല്ലേലൂയ അതവിടെ ഇരിക്കുന്നതാ നല്ലത്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ കരുതിയ. 2 തിമോത്തിയോസിൽ നമ്മൾ കണ്ട്, മിലത്തോസിൽ അല്ലെ, കർത്താവിനെ അവിടെ രോഗിയായിട്ട് വിട്ടയച്ചു പോകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്റെ പ്രിയരെ, സുവിശേഷം ന്യായവിധിയിൽ നിന്നും വെളിപ്പെടുവാനുള്ള ദൈവക്രോധത്തിൽ നിന്നുമുള്ള വിടുതല. ഇതാ സുവിശേഷം. എന്റെ രോഗം മാറിയാലും മാറിയില്ലെങ്കിലും, ഹല്ലേലൂയ, എന്റെ പാപരോഗം തീർച്ചയായിട്ടും മാറിയിരിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ എന്റെ പ്രിയരെ, നാം കൈവിടപ്പെട്ടു പോകും. ഹല്ലേലൂയ. കർത്താവിന്റെ കാൽവരി ഇതിന്റെ ഒരു തുടക്കം മാത്രമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ കാൽവരി ഇതിന്റെ തുടക്കം. നമുക്ക് കാൽവരിയിലൂടെ പാപത്തിന് പരിഹാരം തന്നു, പരിഹാരം ഏറ്റെടുത്ത്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയരെ എത്ര ഇമ്പോർട്ടൻ്റാ നമ്മൾ രക്ഷിക്കപ്പെടണമെന്നുള്ളത്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിലാ ദൈവം, അവൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ശരീരത്തിലാ ദൈവം ജഡത്തിൽ വിശുദ്ധീകരണം നടത്തുന്നു. എന്നിട്ട് ഈ ജഡത്തിന് രൂപാന്തരം പ്രാപിക്കുന്ന ഒരു സമയമുണ്ട്. ഒന്നുകിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ കർത്താവിന്റെ വീണ്ടും വരവ്. ആത്മാവെന്ന ആദ്യദാനം
ഇതാ കാൽവരിയിലൂടെ നമുക്ക് ലഭിച്ചത് പ്രിയരെ. ഹല്ലേലൂയ. അതുകൊണ്ട് രക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് അതുകൊണ്ട് ഇത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾ ഏത് ഡിനോമിനേഷനായാലും, പെന്തക്കോസ്റ്റ് ആയാലും, ചർച്ച് ഓഫ് ഗോഡ് ആയാലും, IPC ആയാലും, ന്യൂ ഇന്ത്യ ലൈഫ് ആയാലും, കത്തോലിക്കനായാലും, ഏത് ഡിനോമിനേഷൻ ആയാലും, ഹല്ലേലൂയ, സുവിശേഷം നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ദൈവശക്തി ആകുന്നില്ല എങ്കിൽ ഇത് വെറും നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ മാത്രമായിരിക്കും. ഹല്ലേലൂയ. പാപബോധവും മാനസാന്തരവും നമ്മുടെ ഉള്ളങ്ങളിൽ നടക്കുന്നില്ല എങ്കിൽ വചനം പഠിപ്പിക്കുന്നത്, നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത്, കർത്താവിന്റെ ശിഷ്യന്മാര് പഠിപ്പിച്ചത് കൈവിടപ്പെട്ടു പോകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രിയിൽ, നാളെ രാവിലെ നാം എഴുന്നേക്കുമെന്ന് നമുക്കറിയില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നമ്മൾ കൺഫേം ചെയ്തോണം പ്രിയരെ, ഞാൻ ഇന്ന് രാത്രിയിൽ എൻ്റെ കർത്താവ് വന്നാൽ എടുക്കപ്പെടുമോ? ഒരു നല്ല ഉദാഹരണം പറയാം, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിന്. മരണഭയം കാണില്ല. ശരിക്കും രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മരണഭയം ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. മരണഭയമുണ്ടോ എന്ന് വെച്ച് നമ്മളിവിടെ എനിക്ക് മരണഭയമില്ലാന്ന് ചിന്തിത്തുള്ളിച്ച് നടക്കുന്നത്. മരണത്തെ ഭയപ്പെടില്ല. കാരണം എനിക്കറിയാം ഞാൻ എങ്ങോട്ടാ പോകുന്നത്. ദൂതന്മാരുടെ കരങ്ങളാൽ എന്നെ അവൻ കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് എന്നെ പൊക്കിക്കൊണ്ടു പോകുന്ന ഒരു നിമിഷത്തിനായി. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞത്, വിട്ടുപിരിഞ്ഞ് യേശു കർത്താവിനോട് ഇരിക്കുന്നത് അത്യുത്തമം. ഈ ഒരു വാഞ്ച, ഈ ഒരു ആഗ്രഹം എന്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ പൂർണ്ണ തെളിവാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ചയിൽ തുടർന്നുള്ള 17 മുതലുള്ള വാക്യങ്ങൾ ചിന്തിക്കാം. നമുക്കൊരു പാട്ട്